Good afternoon, sir. Okay, Simi, good afternoon. Good afternoon, sir. Okay, Shaini, okay, Adira, good afternoon. Okay, Muhammad Rafi, Navida, good afternoon. Okay, Anisha. Okay, Amalu, good afternoon. Okay, Agnes, Yasila, Alfia. Anchu, Amalu. Okay, Anchu. Manu, good afternoon. Amrita, good afternoon. Yes. Let us start at the beginning. Yes. Okay, Agnes. Okay, Amalu, let us start. So, we will discuss this. Okay, Anulashmi, we will discuss this. ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. ദിവ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ആ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പറയുന്നു, ആ വെർബിന്റെ V3 മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. അതായത് കുറച്ചു മുമ്പ് സംഭവിച്ച കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് വേണ്ട മിനി തീമസ്. യെസ്, ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ മിനി SSLC പരീക്ഷ പാസ്സായ വർഷം ഓർമ്മയുണ്ടോ? 2004. ഓക്കെ പോട്ടെ, ഒരു എക്സാമ്പിൾ പറയാനില്ല. ഇപ്പൊ 2005 എന്ന് വിചാരിച്ചു. ഞാനധികം പറയുന്നത്, അതായത് I have passed SSLC examination in 2005 എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് കറക്റ്റ് ആണ് തെറ്റാണ്? Sir, once more. I have passed my SSLC examination in 2005 എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് കറക്റ്റ് ആണ് തെറ്റാണ്? Is it correct or not? കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ആഗ്നസ് മരിയ എന്ത് തോന്നുന്നു? Is it correct? Yes. ഇനി വേറെ ആർക്കെങ്കിലും വേറെ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. I have passed my SSLC examination. ആഗ്നസും പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് എന്തോ ഹാർഡാണോ സാർ വരുന്നത്? ഞാൻ ഹാവ് ആണ് പറഞ്ഞത്. യെസ്, അത് നമുക്ക് പറയാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് I have passed SSLC examination എന്ന് വരെ പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ അത് കറക്റ്റ്, I have passed my SSLC examination കറക്റ്റ് ആണ്. പക്ഷെ അവിടെ in 2005 എന്ന് പറഞ്ഞപ്പോ അവിടെ മിസ്റ്റേക്ക് പറ്റി. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ അതെന്തായി? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, കുറച്ചു മുമ്പ് സംഭവിച്ച കാര്യമാണ്. നമ്മൾ ഈ പറയുന്നത് 2025 നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് അല്ല, അവിടെ പറയേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് പറയുകയാണെങ്കിൽ I passed my SSLC examination in 2005. ഇതാണ് കറക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രോസ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്, കുറച്ചു മുമ്പ് സംഭവിച്ചു, ജസ്റ്റ് ഹാപ്പൻ. ആരെങ്കിലും ഇപ്പോ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ നിന്ന് പോയോ, ജസ്റ്റ് പോയി എന്ന് പറയില്ലേ, ആ രീതിയിലാണ്
ജസ്റ്റ് ഹാപ്പൻ ആണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ അതിനകത്ത് സമയത്ത് സൂചിപ്പിക്കുന്ന വാക്കുകൾ സാധാരണഗതിയിൽ ഉണ്ടാവില്ല. സമയം സൂചിപ്പിക്കുമ്പോൾ അത് എപ്പോഴും സിമ്പിൾ പാസ്റ്റിലോട്ട് മാറും. ഞാൻ അടുത്തൊരു ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഞാൻ ഇനി അടുത്തൊരു ടെൻസിനെ കുറിച്ച് പറയും. ആ ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുന്ന വെർബ് V3 അത് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ വെറുതെ നോക്കാം. ഷീ ഹാഡ് മിസ്റ്റേക്കൻ മീ, അവൾ എന്നെ തെറ്റിദ്ധരിച്ചു. യു ഹാഡ് ഗോൺ ടു മദ്രാസ്, നിങ്ങൾ മദ്രാസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് പാസ്ഡ് SSLC examination in 2005. 2005 നിങ്ങൾ SSLC പരീക്ഷ ജയിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അങ്ങനെ സബ്ജക്റ്റ് എഴുതുന്നു, ഹാഡ് എഴുതുന്നു, പിന്നെ വെർബ് ഉപയോഗിക്കുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൂന്നാമത്തെ V3 ഫോം എന്ന് പറയുന്നത് ഫ്യൂച്ചറിന്റെ ആ ഇതാണോ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം അല്ല, അത് ഓക്കെ. മലയാളവും ഇംഗ്ലീഷും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് ഈ ഒരു സംഭവം വരുന്നത്, ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ശരി, ചോദിച്ച് ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. യെസ്, അതായത് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വരിക, വന്നു, വരും എന്ന് പറയും. മലയാളത്തിന് വരിക, വന്നു, വരും. വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനകാലം, അതിന്റെ ഭൂതകാലമാണ് വന്നു, ഭാവി കാലമാണ് വരും. യെസ്, നമുക്ക് എക്സാമ്പിൾ പറയാം. നടക്കുക, നടന്നു, നടക്കും. അപ്പൊ വർത്തമാനം, ഭാവി, വർത്തമാനം, ഭൂതം, ഭാവി, ഇങ്ങനെയാണ് അത് പറയുന്നത്. യെസ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓക്കെ ലച്ചു, ഇംഗ്ലീഷ് പറയുമ്പോൾ ഫ്യൂച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രസന്റ് ടെൻസിന്റെ എല്ലാത്തിന്റെയും മുന്നിൽ വിൽ ചേർത്തത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്യൂച്ചർ ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നിൽ വിൽ ഗോ, പോകും. ജമ്പ്, ചാടുക, വിൽ ജമ്പ്, ചാടും. ഫ്യൂച്ചറിന് വേണ്ടി വേറെ ടെൻസ്, വേറെ വേർഡ് മാറുന്നില്ല അവിടെ. ആ പ്രസന്റ് ടെൻസിന്റെ തൊട്ട് മുന്നിൽ വില്ല് ചേർത്ത് കഴിഞ്ഞാൽ ഒക്കെ ഫ്യൂച്ചറായി. അപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഇംഗ്ലീഷ് വേറെ മോഡലാണ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡിന് നമുക്കൊരു അർത്ഥം പറയാൻ പറ്റില്ല. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഗോ പ്രസന്റ് പോവുക, വെന്റ് പാസ്റ്റ് പോയി. ഗോൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഗോൺ എന്ന് പറയുന്ന വാക്കിന് മാത്രമായിട്ട് നമുക്ക് അർത്ഥം പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഹാസോ, ഹാവോ, ഹാഡോ, വിൽ ഹാവോ ചേരുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാകുന്നത്. അപ്പൊ V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ അല്ല. ഫ്യൂച്ചർ ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വില്ല് ചേർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ഫ്യൂച്ചറായി. ഓക്കെ, സംശയം മാറിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ഹാഡ് വരുന്ന നിങ്ങളുടെ വാചകങ്ങൾ സ്വന്തമായിട്ട് പറയാം. ഹാഡ്, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3. ഐ ഹാഡ് ആൻ ആക്സിഡന്റ്. ഓക്കെ, ഐ ഹാഡ് മെറ്റ് മൈ ഓൾഡ് ഫ്രണ്ട്. എന്റെ പഴയ സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് മെറ്റ് മൈ ഓൾഡ് ഫ്രണ്ട്. യെസ്, ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഓക്കെ, അൽഫിയ കറക്റ്റ് ആണ്. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. സാറേ, അന്നേരം ആ വെർബിന്റെ കൂടെ ED ചേർക്കണോന്നാണോ പിന്നെ നമ്മൾ പറയേണ്ടി? അന്നേരം അവിടെ V3 ED ചേർക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ക്ലിയർ ആയില്ല. വെർബിന്റെ കൂടെ നമ്മളിപ്പോ ഹാഡ് കഴിഞ്ഞിട്ട് ED ചേർക്കുന്ന ഓരോ ഇതുണ്ടല്ലോ. ഇപ്പൊ പാസ്ഡ്, ഫിനിഷ്ഡ്, വർക്ക്ഡ്. അപ്പൊ അതെന്ന് പറയാ ആ ഒരു ഫോമിലാണോ അത് പോകേണ്ടിയെന്ന ഈ നമ്മുടെ എക്സാമ്പിൾ പറയാം. ഓക്കെ,
കഴിഞ്ഞ പറഞ്ഞു നോക്കി, ഐ ഹാഡ് PASS പാസ്, അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സൈഡിൽ പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പേറ്റ് 3 ഹെഡിങ് ഉണ്ട്, 3 ഹെഡിങ് ഉണ്ട്. യെസ്, 3 ഹെഡിങ് പ്രസന്റ് പാസ്റ്റ് PP പാസ്റ്റ് പാർട്ടിസിപ്പേറ്റ് B1 B2 B3 എന്ന് എക്സാമ്പിൾ ഉണ്ട്. എന്നിട്ട് എഴുതുക പ്രസന്റിന്റെ അടിയിൽ PASS പാസ്, പാസ്റ്റിന്റെ അടിയിൽ PASSCD പാസ്ഡ്. ഓക്കെ സുഹൈല പാസ്ഡ്. ഓക്കെ സൗമ്യ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ പാസ്ഡ് അല്ലേ PASSCD പാസ്ഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പാസ്റ്റ് ടെൻസ് ED വെച്ചിട്ടുള്ളതാണെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED വെച്ചിട്ടുള്ളതായിരിക്കും. അതങ്ങനെയാണ് എന്റെ ഭാഷ. ഓക്കെ അൽഫിയ, ഓക്കെ അനീഷ, ഞാൻ എക്സാമ്പിൾ പറയുന്നു. ഇനി ചില വാക്കുകൾക്ക് പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, CUT കട്ട്, അതുകൂടി എഴുതും. CUT കട്ട് പ്രസന്റിന്റെ അടിയിൽ കട്ട് എഴുതി, പാസ്റ്റിന്റെ അടിയിൽ CUT കട്ട് കട്ടുന്നെഴുതി. ചോദിക്കാൻ സുഹൈന വരും വരും വരും, ഡോണ്ട് വറി. സുഹൈന ഭയങ്കര GK കാര്യമാണെന്ന് തോന്നുന്നല്ലേ. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിലും കട്ടുന്നെഴുതി. അപ്പൊ പ്രസന്റിന്റെ അടിയിൽ കട്ട്, പാസ്റ്റിന്റെ അടിയിൽ കട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിൽ കട്ട്, 3 കട്ട് തന്നെയാണ്. ഇനി ഞാൻ പറയുന്ന ഒരു വാചകം പഠിക്കുക. ശൈലി വാചകം ഇതാണ്, ഐ കട്ട് CUT കട്ട് a cake, CAKE cake, yesterday. I cut a cake yesterday. ഇനിയാണ് ചോദ്യം, ഇതിന്റെ അകത്ത് ഞാൻ കട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പ്രസന്റ് ടെൻസിലുള്ള കട്ടാണ്, പാസ്റ്റ് ടെൻസിലുള്ള കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളുള്ള കട്ടാണ്? ഇത് പ്രസന്റിന്റെ കട്ട്, പ്രസന്റ്. യെസ്. അപ്പൊ ഷൈനി പറയുന്നു ഇത് പ്രസന്റിന്റെ കട്ടാണെന്ന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അപ്പൊ മുഹമ്മദ് നാഫി പറയുന്നു പാസ്റ്റ്, ദിവ്യ പറയുന്നു പാസ്റ്റ്, സുഹൈല പറയുന്നു പാസ്റ്റ്, ആഗ്നസ് പറയുന്നു പാസ്റ്റ്, നവിത, ലച്ചു ഇതെല്ലാവരും പാസ്റ്റ് പറയാണ്. മിനി ദിവസം പാസ്റ്റോടെ പറയുന്നത്, അഞ്ചു പറയുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ എവിടെയാണ് ഷൈനിക്ക് അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയെന്നറിയാം. സംഗതി ഐ കട്ട് കേക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു സംഗതി വന്ന് കിട്ടുന്നത് ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് അതിനകത്ത് കയറി. യെസ്റ്റർഡേ വന്നു കഴിഞ്ഞിട്ട് എന്താണ്, ഇന്നലെ കഴിഞ്ഞ സംഭവം. അപ്പൊ പാസ്റ്റ് ആയി. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഏതാണ്? മനസ്സിലായി? അതങ്ങനെ നമ്മൾ ആലോചിച്ചത്. ഓക്കെ, പിടിയിട്ടില്ലേ? ഓക്കെ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അടുത്തൊരു വാചകം എഴുതിക്കും, ഐ had cut 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 the vegetables. I had cut the vegetables. Okay. ഇനി അടുത്ത ചോദ്യം ഷൈനിയോട് തന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് പ്രസന്റ് ആണ്, പാസ്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്? ഇവിടെയും പാസ്റ്റ് ആണത്. പാസ്റ്റ് ഹാർഡ് വന്ന് അവിടെ മിസ്റ്റേക്ക്. ഒന്നുകൂടി ശ്രദ്ധിക്കുക ശൈലി, ഒന്നുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കും. പെട്ടെന്ന് പറയാം, ഒന്നുകൂടി ആലോചിച്ച് നോക്കും, ഒന്നുകൂടി ശ്രദ്ധിക്കും. ഹാഡ് അല്ല, ഇവിടെ ഹാസ് ആണെന്ന് വിചാരിക്കും. അല്ല, ഹാവ് ആണ് വിചാരിച്ചു. ഐ ഹാവ് കട്ട് ദ വെജിറ്റബിൾസ്. ഐ ഹാവ് കട്ട് ദ വെജിറ്റബിൾസ്. ഹാഡ് വരുമ്പോ ഒരു കൺഫ്യൂഷൻ വരണ്ട, നമ്മളിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. ഐ have cut vegetables. അപ്പൊ ഇത് വരും പ്രസന്റ്. ഒന്നും കൂടി ശ്രദ്ധിച്ചേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലാണ് സബ്ജക്ട് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് പിന്നെ പെർഫെക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാസോ ഹാവോ കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ഒരു മൂന്നാമത്തെ ഫോം. അപ്പോ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞേക്കുന്ന സെന്റൻസിൽ ഹാവ് വന്നിട്ടില്ലേ, ഐ ഹാവ് കട്ട് ദ വെജിറ്റബിൾസ് തന്നെ. അപ്പൊ ഹാവ് കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഉപയോഗിക്കേണ്ട ഫോം മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്.
അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് ഏത് കട്ടാണ്? മൂന്നാമത്തെ പറയുന്ന കട്ടാണ്. മനസ്സിലായോ? അത് നമ്മൾ ആലോചിച്ചെടുക്കണം. ഇവിടെ 3 കട്ട് ആയതുകൊണ്ട് നമ്മളൊരു കട്ട് എവിടെയെങ്കിലും കാണുമ്പോൾ അത് പ്രസന്റ് ടെൻസിലെ കട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, പാസ്റ്റ് ടെൻസിലെ കട്ടാണോ പാസ്റ്റ് പാർട്ടിസിപ്പിളിലെ കട്ടാണോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളെ നോക്കിയിട്ട് ഹാസോ ഹാവോ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പിടികിട്ടിയോ? ശരി, ഓക്കെ 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 അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തോട് വരാം. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് എഴുതുന്നു, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ V3 എന്ന് പറയുന്ന ഫോം, അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് ഗോൺ, ഗോ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ഐ ഹാഡ് ഗോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ ഹാഡ് വെന്റ് എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഐ ഹാഡ് ഗോൺ എന്ന് പറയണം. കാരണം ഹാഡ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് ആ. സിമി പറയുന്നു ഐ ഹാഡ് ഗോൺ ടു ദ ലൈബ്രറി. കറക്റ്റ് ആണ്, ഞാൻ ലൈബ്രറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണ്, ഇറ്റ്സ് കറക്റ്റ് സെന്റൻസ്. നിങ്ങൾക്ക് നേരത്തെ വി ഹാഡ് വിസിറ്റഡ് ദി മ്യൂസിയം, ഐ ഹാഡ് ടേക്കൻ ദ ലഞ്ച്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച്. ഓക്കെ ലവിത, കറക്റ്റ് ആണ്. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച്. ഓക്കെ ഓക്കെ. ഐ ഹാഡ് ടു ബി ദ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹാഡ് ടു ബി വേറൊരു കൺസ്ട്രക്ഷൻ ആണ്, സംഗതി കറക്റ്റ് ആണ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ് ഹാഡ്. ഇനി ഇത് ഐ ഹാഡ് ബീറ്റൻ മൈ സൺ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. സമയം പറയരുത്. ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റ് വരും, അത് നമ്മുടെ കറക്റ്റ്. ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി. യെസ്, അപ്പൊ അതിന്റെ ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞപ്പോ അത് സെന്റൻസ് കറക്റ്റ് ആണ്. ഞാൻ എനിക്കൊരു കപ്പ് ചായ ഉണ്ടായിരുന്നു, അത് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി. ഈ ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ പാസ്റ്റ് ടെൻസും കൂടിയാണ് ഹാഡ്. അപ്പൊ അതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഓക്കെ ഓക്കെ ലച്ചു. അപ്പൊ ഞാൻ ഇനി നിങ്ങളോട് ഐ ഹാഡ് ഗോൺ ടു ദ ടെമ്പിൾ. ഓക്കെ റിഷ, കറക്റ്റ് ആണ്. വി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. ശരിയാണ്, വി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, അപ്പൊ ഇനി എവിടെയാണ് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്? അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യെസ്, ഇത് ഉപയോഗിക്കുന്നതിന്റെ ഒരു അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം വി ഹാഡ് അവർ ലഞ്ച്. സിമ്പിൾ പാസ്റ്റ് ആണ് സൗമ്യ, കറക്റ്റ് ആണ്. വി ഹാഡ് ഈറ്റൻ അവർ ലഞ്ച് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ്. വി ഹാഡ് അവർ ലഞ്ച് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. യെസ്, അപ്പൊ ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ പറയാം. ഒരു വാചകം പറയാം, എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ ഇതാണ്. യെസ്, ആരെയാണ് വിളിക്കേണ്ടത് ഇതിൻ്റെ അത്? ഓക്കെ, ലച്ചുവിനെ വിളിക്കാം. ലച്ചു, ഹലോ സാർ. പറഞ്ഞത് എവിടെയാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത് ലക്ഷ്യം അറിയാം? സാധാരണഗതിയിൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന് അറിയും? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണമെങ്കിൽ ലക്ഷ്യം പറയാം ഐ ഏറ്റ് മൈ ലഞ്ച്. ഈറ്റ് എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് പറയാം. അതല്ലെങ്കിൽ ഐ ഹാഡ് ഈറ്റൻ മൈ ലഞ്ച്, രണ്ടും പറയാം. ഇത് എവിടെയൊക്കെ തമ്മിലാണ് ഇങ്ങനെ വരുന്നത് അറിയോ? അതിനൊരു ഡിഫറൻസ് അറിയോ? ഹാഡ്, ഐ ഈറ്റൻ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ എക്സാമ്പിൾ പറയാം. നമുക്ക് കഥയുടെ സന്ദർഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ ഒരാളുടെ പേര് ഞാൻ പറയുന്നു, ദാറ്റ് ഈസ് ഹിസ് നെയിം ഈസ് കോൾഡ് വേണു എന്ന് പറയും. വേണു എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, വേണു. അപ്പൊ ഈ വേണു എന്ന് പറയുന്ന
ആള് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ പേരാണ് സീത. സീത എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ഈ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് 2015-ലാണ്. 2015. 2020 ഈ വേണുവിന്റെ വിവാഹം നടക്കുകയാണ്. 2020. 2020 വേണു വിവാഹം കഴിച്ചത് രശ്മി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. സിറ്റുവേഷൻ മനസ്സിലായാലോ? അപ്പൊ വേണു 2015 സീതയെ സ്നേഹിച്ചു. 2020 രശ്മിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം എപ്പോഴും ലച്ചുവിനെ കണ്ടപ്പോൾ ലച്ചുവിനോട് പറയണം, ഞാൻ രശ്മിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സീതയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ വേണു തൽക്കാലം ലച്ചുവോടെ വിചാരിക്കുക. എങ്ങനെ പറയും? ഞാൻ രശ്മിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സീതയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം കൺഫ്യൂഷൻ ആയല്ലേ? യെസ്. ഓക്കെ. ആ എക്സാമ്പിൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾ മറന്നുപോകില്ല. ഞാനിത് നിങ്ങളാന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ, നമുക്ക് മനസ്സുകൊണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവില്ലേ? ഓക്കെ, അയാളെ സ്നേഹിച്ചു, പിന്നെ ആളെ വിവാഹം കഴിച്ചു. അതല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നമ്മളത് വലിയ പേരാണ് വിവാഹം കഴിച്ചു. അപ്പൊ ആ ഒരു സംഗതി നമ്മൾ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ഞാൻ ഇന്നാളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇന്നാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുപ്പാണ്. ഓക്കെ നവിത, നമുക്ക് അങ്ങോട്ട് പറയാം. അപ്പൊ നവിത കറക്റ്റ് ആയിട്ട് എക്സും വൈയും എടുത്ത്. വെരി ഗുഡ്. നോക്കാം. നോക്കിയ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പാണ്. അപ്പൊ ലവ്, നേരത്തെ ഷൈനിയോട് പറഞ്ഞ പോലെ ലവ് പ്രസന്റൻസ് ആണ്, ലൗഡ് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ്. ലവ്. മാരി വിവാഹം കഴിക്കുക. ഓക്കെ നന്ദന. യെസ്. ചെറിയൊരു വ്യത്യാസമുണ്ട് മിനി. 99.9% കറക്റ്റാണ്. യെസ്. നമ്മൾ നോക്കാം. ഇനി മാരി, MARRY, മാരി, അത് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മാരീഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും മാരീഡ്. അപ്പൊ ഇതിന്റെ അകത്ത് 2 വെർബ് വന്നിട്ടുണ്ട്. സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു വെർബ് വന്നിട്ടുണ്ട്, മാരി എന്ന് പറയുന്ന ഒരു വെർബ് വന്നിട്ടുണ്ട്. 2 വെർബിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ 2ഉം കഴിഞ്ഞു പോയ സംഭവം. നമ്മൾ ഈ കാര്യം പറയുന്നത് 2025-ലാണ്. സ്നേഹിച്ചത് 2015-ലാണ്. വിവാഹം കഴിച്ചത് 2020-ലാണ്. ഈ കാര്യം നമ്മൾ പറയുന്നത് 2025-ലാണ്. അപ്പൊ കഴിഞ്ഞു പോയ സംഭവം 2020, 2015 കഴിഞ്ഞു പോയ സംഭവം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതില് ആദ്യം നടന്ന സംഭവം ഏതാണോ? സ്നേഹിച്ചു എന്നുള്ളതാണോ വിവാഹം കഴിച്ചു എന്നുള്ളതാണോ ആദ്യം നടന്നത്? നമുക്കറിയാം ആദ്യം നടന്ന സംഭവം ഏതാണ്? സ്നേഹിച്ചു എന്നുള്ളതാണ്. അതെ, സീതയെ സ്നേഹിച്ചു. ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് പറയണം. ഐ ലവ്ഡ്, ഐ മാരീഡ് എന്ന് പറഞ്ഞ തെറ്റാണ്. 2ഉം കഴിഞ്ഞു പോയ പാസ്റ്റ് ഇൻസിഡന്റ് ആയതുകൊണ്ട് ആദ്യം നടന്ന സംഭവം എന്ത് പറയണം? ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ദിവ്യ, ചെറിയൊരു മിസ്റ്റേക്ക്. ആദ്യം നടന്ന സംഭവം എന്ന് പറയണം പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അവിടെ ഐ ഹാഡ് ലവ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് പറയണം. ഇനി രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എങ്ങനെയാണ്? വേണു ഞാനത് വിചാരിച്ചോട്ടെ, ഞാൻ പറയുകയാണ്. ഐ ഹാഡ് ലവ്ഡ് സീത ബിഫോർ ഐ മാരീഡ് രശ്മി. ബിഫോർ ഐ മാരി അല്ല, മാരീഡ്. അത് തന്നെ നമുക്ക് വേറെ ഇതിലും പറയാം. ബിഫോർ ഐ മാരീഡ് രശ്മി ഐ ഹാഡ് ലവ്ഡ് സീത. ഇങ്ങനെ ഓരോ 2 പാസ്റ്റ് ടെൻസ് ഒരു സെന്റൻസിൽ വരുമ്പോ അതിൽ ആദ്യം ഐ ഹാഡ് ലവ്ഡ്, ഐ ഹാഡ് ചേർക്കാൻ വിട്ടുപോയി. ഐ ഹാഡ് ലവ്ഡ് കേട്ടോ.
ഐ ഹാവ് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ് മറക്കരുത്. ഐ ഹാഡ് ലവ്ഡ് സീത ബിഫോർ ഐ മാരീഡ് രശ്മി. ആഫ്റ്റർ അല്ല, ബിഫോർ ഐ മാരീഡ് രശ്മി. രശ്മിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സീതയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇത് നോക്കുക. ഇന്ന് രാവിലെ ഐ ഹാഡ് ലവ്ഡ് സീത ബിഫോർ ഐ മാരീഡ് രശ്മി. ഓക്കെ, ഇപ്പൊ കറക്റ്റാണ്. ഐ ഹാഡ് ശ്രുതി ലവ്ഡ് എന്നുള്ള വാക്ക് ചേർക്കാൻ വിട്ടുപോയി. ഓക്കെ, ചേർത്തേ. യെസ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഇന്ന് നിങ്ങൾ രാവിലെ തുടങ്ങി ചെയ്ത് രണ്ട് കാര്യങ്ങൾ എടുക്കാം. ആദ്യം ചെയ്തത്, രണ്ടാമത് ചെയ്തത്. ഇപ്പൊ നോക്കി, നിങ്ങൾ ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം, അപ്പൊ പാത്രം കഴുകിയതാണോ ചായ ഉണ്ടാക്കിയതാണോ ആദ്യം നടന്നത്? ഓക്കെ സുഖൈന. അപ്പൊ പാത്രം കഴുകിയതല്ലേ? അപ്പൊ നമുക്കിത് പറയാം, അത് ആദ്യം പറയാം. അത് ഹാഡ് വെച്ച് പറയാം. ഐ ഹാഡ് വാഷ്ഡ് ദ ഡിഷ് വെസൽസ് ബിഫോർ ഐ മെയ്ഡ് ടീ. ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ്. നമുക്ക് വേണമെങ്കിൽ പറയാം, വായ തുറക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പല്ല് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പല്ല് തേച്ചതാണോ വായ തുറന്നതാണോ? അവിടെ ഒരു കൺഫ്യൂഷൻ. വായ തുറക്കുക എന്ന് പറഞ്ഞാല് സംസാരിക്കുന്നതിന് മുമ്പ് വിചാരിച്ചാൽ കേട്ടാ. സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പല്ല് തേച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ ടോക്ട്, TALKED, ഐ ഹാഡ് വാഷ്ഡ്, ഐ ഹാഡ് ബ്രഷ്ഡ് മൈ ടീത്ത്. സൗമ്യ കറക്റ്റ് ആണ്. ഐ ഹാഡ് വാഷ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പോയി സൗമ്യ. ഐ ഹാഡ് വാഷ്ഡ് ദ ടീപോട്ട്. ഹാഡ് കഴിഞ്ഞു മൂന്നാമത്തെ. ഇനി നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ളതിൽ ഓരോരോ കാര്യങ്ങൾ ഇതിനെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന് പാസ്റ്റിലും പറയണം, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും പറയണം. അപ്പൊ എന്ത് ചെയ്തു? ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ മെയ്ഡ് ടീ ഐ ഹാഡ് കോൾഡ് മൈ ഹസ്ബൻഡ്. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കോൾഡ് മൈ ഹസ്ബൻഡ്. യെസ്. ഐ ഹാഡ് പ്രേയ്ഡ് ബിഫോർ ഐ വോക്ക് അപ്പ്. ഓ യെസ്, കറക്റ്റ് ആണത്. എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഒരു ചെറിയൊരു ഒരു ലോജിക്കൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഐ ഹാഡ് ഈറ്റൻ മെഡിസിൻ ബിഫോർ ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബിഫോർ ഐ എയ്റ്റ്. ഒന്ന് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്. രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റും ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. ഐ ഹാഡ് ക്ലീൻഡ് ദ ഹൗസ് ബിഫോർ ഐ ബാത്ത്. കറക്റ്റ് ആണത് കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് ഞാൻ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണ്. ബിഫോർ മേക്കിംഗ് ടീ ഐ ഹാഡ് കോൾഡ് മൈ ഹസ്ബൻഡ്. കറക്റ്റ് ആണ്. ഐ ഹാഡ് ഗോൺ ടു ടെമ്പിൾ ബിഫോർ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണ്. ഐ ഹാഡ് പ്രിപ്പയർഡ് ലഞ്ച് ബിഫോർ ഐ ക്ലീൻഡ് ദ CLEANED. ഫസ്റ്റ് ബിഫോർ ഐ ക്ലീൻഡ് ദ റൂം. കാരണം ഇത് കഴിഞ്ഞു പോയ സംഭവമല്ലേ, എല്ലാം കഴിഞ്ഞു പോയ സംഭവമല്ലേ. ബിഫോർ ഐ ക്ലീൻഡ് ദ റൂം. ഓക്കെ. നിങ്ങൾ അങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കുക. നിങ്ങളുടേതായ ഭാവനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്താൽ മതി എക്സാമ്പിൾ. Yes, I had cleaned my kitchen before my bedtime. Okay. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. Yes. I had ironed the dress before they wore. Wear എന്നുള്ളതിന്റെ പാസ്റ്റൻസ് wore എന്നാണ്. മീനിങ് കറക്റ്റ് wore. I had done yoga before I made it. ഇത് കറക്റ്റ് ആണ്. അതില് ഉണ്ടാ I had done yoga before I made tea. ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ യോഗയിലെ ആദ്യം നടന്ന സംഭവം അത് ഹാഡ് വെച്ച് പറഞ്ഞു. യെസ്, വെരി ഗുഡ്. അങ്ങനെ പറയുന്നു. ബിഫോർ ഐ മാരീഡ്, പേര് പറയാം, മിസ്റ്റർ എക്സ്. ഐ ഹാഡ് ടോക്ഡ് വിത്ത് ഹിം. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ എക്സിനെ ഞാൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
Before I married Mr. X, before my son left, I had finished my work. Okay, Navina, correct. I had brushed my teeth before washed my face. Before going to school, I met my friend, met my father. I had washed the clothes before I cleaned the house. Okay, so I had washed the Sukaina. I had washed the dress. Past participle. Okay. Simple very, very, very simple. Simple statement. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലും പറയും. കേസ് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഐ ഹാഡ് വെച്ച് പറയാം, മറ്റേത് സിമ്പിൾ പാസ്റ്റ് പറയാം. യെസ്, പിടികിട്ടിയാലോ? ഞാൻ സംശയം ആർക്കില്ലല്ലോ. ഓക്കെ, ഐ ഹാഡ് ഓക്കെ ലച്ചു ഡ്രിങ്ക് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ ഹാഡ് ഡ്രങ്ക് DRUNK. ഓക്കെ ഡ്രിങ്ക് ഡ്രാങ്ക് അതാണ് അതിന്റെ ഡ്രിങ്ക് ഡ്രാങ്ക്. അപ്പൊ കുറച്ച് വാക്കുകളുടെ പ്ലസ് ഐ ഹാഡ് ഗോൺ ടു സ്കൂൾ ബിഫോർ ഐ ഹാഡ് ബാത്ത്. കറക്റ്റ് ആണ്. ഓക്കെ യെസ്. അപ്പൊ കുറച്ച് വാക്കുകളുടെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മളൊന്നും ചിൽഡ്രൻ ഹാഡ് അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ശരി, കം കെയിം കം തന്നെയാണ്. അപ്പൊ ഹാഡ് കം എന്ന് പറഞ്ഞാണ് കേട്ടോ. ഐ ഹാഡ് വാഷ്ഡ് മൈ ക്ലോത്ത്സ് ബിഫോർ ഐ ടുക്ക് ബാത്ത്. ഓക്കെ, ബിഫോർ ഐ ടുക്ക് ബാത്ത്. ഓക്കെ, ഒന്ന് സിമ്പിൾ പാസ്റ്റ്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ്. അത് മറക്കാതിരിക്കുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വെർബിന്റെ പാസ്റ്റ് ടെൻസ് മാത്രം മതി. പാസ്റ്റ് ടെൻസ് V2 രണ്ടാമത്തെ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡും വേണം V3 വേണം. ഹാഡ് V3. പാസ്റ്റ് പെർഫെക്റ്റ് ആദ്യം നടന്ന സംഭവവും സിമ്പിൾ പാസ്റ്റ് രണ്ടാമത് നടന്ന സംഭവം. ഇതൊന്നും നോക്കേണ്ടതൊക്കെ നമ്മൾ പല സ്ഥലത്തൊക്കെ തട്ടിയിട്ടുണ്ട്. ഹാഡും ഇതൊക്കെ വെച്ചൊക്കെ നമ്മൾ പല സ്ഥലത്തൊക്കെ നമ്മൾ ബിഫോർ ഐ ജോയിൻഡ് ദിസ് കോഴ്സ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ PG. കറക്റ്റ് ഉണ്ട്. ഞാൻ ഈ കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ PG കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കോഴ്സിൽ ചേർന്നതാണോ PG കംപ്ലീറ്റ് ചെയ്തത് ആദ്യം നടന്നത്? PG കംപ്ലീറ്റ് ചെയ്തത്. ബിഫോർ ഐ ജോയിൻഡ് ദിസ് കോഴ്സ് ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ PG. അത് നമുക്ക് വേറെ രീതിയിൽ പറയട്ടെ. ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ PG ബിഫോർ ഐ ജോയിൻഡ് ദിസ് കോഴ്സ്. അങ്ങനെ പറയാം, രണ്ട് രീതിയിൽ പറയാം. സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത് പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ മറന്നു പോവുകയില്ല എന്നും ഞാൻ കരുതുന്നു. ആമേ റൈറ്റ്? വിശ്വസിക്കാം അല്ലേ? യെസ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഇതിന്റെ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാചകം കൂടി പറയുന്നു. ആ നെഗറ്റീവ് വാചകം പറയുമ്പോൾ ഹാഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? ഒരു നോട്ട് വേണം. നോട്ട് വരുമ്പോ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം വരും. ഐ ഹാഡ് നോട്ട്, ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് മിസ്റ്റേക്കൻ യു, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് റെഡ് ദ ബുക്ക്, ഐ ഹാഡ് നോട്ട് റെഡ് ദ ബുക്ക്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് സീൻ ദാറ്റ് ഫിലിം, ആ ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് മെറ്റ് ഹിം, ഐ ഹാഡ് നോട്ട് മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോട്ട് സ്റ്റഡീഡ് ദ പോയം, ഞാൻ ആ പോയം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സുഹൈന ഒന്നും കൂടി കറക്റ്റ്. യെസ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന സംഭവവും, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത് മാസം. വേറെ എക്സാമ്പിൾ പറയാം. ഇത് തന്നെ വേറെ ഇതിൽ പറയട്ടെ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ അഞ്ചു വീട്ടിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു. ആരുടെ വീട്ടിൽ പോകുന്നു? ആതിരയുടെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ഒരുമിച്ച് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ പോകുന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആതിര നേരത്തെ പോയി. അഞ്ചു അവിടെ ചെന്നപ്പോഴേക്കും ആതിര പോയി. പിന്നെ എന്ത് ചെയ്തു? അഞ്ചു തിരിച്ച് വീട്ടിലോട്ട് വരാൻ. ആ വരുന്ന വഴിക്ക് എന്നെ കാണുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ എന്നോട് പറയുകയാണ്, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ആതിര പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ അവിടെ ചെന്നതാണോ ആതിര പോയതാണോ ആദ്യം നടന്ന സംഭവം? ആതിര പോയതല്ലേ. അതുകൊണ്ടല്ലേ എനിക്ക് ആതിരയെ കാണാൻ പറ്റാതിരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദയർ, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ആതിര ഹാഡ് ഗോൺ, ആതിര പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് വേറെ രീതിയിലും പറയാം. ആതിര ഹാഡ് ഗോൺ ബൈ ദ ടൈം ഐ റീച്ച്ഡ്, അവിടെ എത്തിയപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. യെസ്, പറഞ്ഞോളൂ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് നെഗറ്റീവ് വാചകം പറയുമ്പോൾ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാല് ഐ ഹാഡ് നോട്ട്, യു ഹാഡ് നോട്ട്, ദേ ഹാഡ് നോട്ട്, ഷീ ഹാഡ് നോട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകവും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയമൊന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. ആ, ഓക്കെ 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 യെസ് യെസ് ഓക്കെ. ഇനി എന്ത് വേണം? അടുത്ത ടെൻസിലോട്ട് പോകണോ, ചോദ്യത്തിലേക്ക് പോകണം? യെസ്, ആ ഓക്കെ 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 ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഓക്കെ 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 യെസ് ഓക്കെ. സുഹൈന വളരെ ചോദ്യത്തിന്റെ ആളാണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, സുഹൈന വല്ല റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ? റാങ്ക് ലിസ്റ്റ് ഉണ്ടോ? യെസ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഷെമി കട്ട് ചെയ്ത രീതിയല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. ഞാൻ ഓക്കെ ഓക്കെ, അതിന് ചെറിയ മിസ്റ്റേക്ക്. ING എന്ന സ്ഥലത്ത് പാസ്റ്റ് ടെൻസിൽ വെച്ചാൽ മതി. യെസ്, നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയാല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതിന്റെ ഒരു പരീക്ഷ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുപേര് കണ്ടു കാണും. അത് ഒന്ന് പഠിച്ചെഴുതാൻ നോക്കട്ടെ മക്കളെ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ. കാരണം കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ ജോലിയാണത്. ഇപ്പോ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും ചെറിയ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ടഫാണ്, നല്ല ടഫാണ്. യെസ് യെസ് യെസ്. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞാല് IAS കൺഫർ ചെയ്ത് കിട്ടും. IAS കിട്ടുന്നത്, IAS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജില്ലാ കളക്ടറാണ്. നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും. അതായത് നമുക്ക് വേണമെങ്കിൽ സിവിൽ സർവീസിന്റെ പരീക്ഷ പാസ്സാവാം. സിവിൽ സർവീസിന്റെ പരീക്ഷ പാസ്സായിട്ട് നമുക്ക് IAS IPS IES IFS അതങ്ങനെ നമുക്ക് കിട്ടും. അത് പരീക്ഷ പാസ്സായി കിട്ടുന്നതാണ്. ഇപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 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 കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 7th ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ പോട്ടെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറയുന്ന തസ്തിക വരാറുണ്ട്. അതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ. നിങ്ങൾ അങ്ങനെ ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറയുന്ന പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ 7 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് IAS കൺഫർ ചെയ്ത് കിട്ടും. അത് IAS നിങ്ങൾക്ക് തരും, സർക്കാർ ഫ്രീ തരും. പിന്നെ നിങ്ങൾ IAS ആണ്. അപ്പൊ നിങ്ങളുടെ പേരിന്റെ മുന്നില് സുഹൈന IAS എന്ന് എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. യെസ്, പിന്നെ നിങ്ങൾ കളക്ടറായി. അതിൽ തന്നെ വേറെ പ്രശ്നം കൂടി ഉണ്ടാവും. നേരിട്ട് IAS വാങ്ങിച്ച ആളുകൾക്ക് ഈ കൺഫർ ചെയ്ത IAS കിട്ടുന്ന ആളുകളോട് ചെറിയൊരു ഒരു വൈക്ലഭ്യം ഉണ്ടാവും. അത് സർവീസിന്റെ അകത്തുള്ളതാണ്. ഞങ്ങൾ നേരിട്ട് പരീക്ഷ എഴുതി വാങ്ങിച്ചതാണ്, അവരുടെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വന്നിട്ട് IAS കിട്ടിയതാണ് എന്നുള്ള ഒരു ഇതുണ്ടാവും. അത് സർവീസ് ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു കോംപ്ലക്സ് ആണ്. യെസ്, പക്ഷെ
അങ്ങനെയൊക്കെയുള്ള പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോയി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുമ്പോഴേ വെറുതെ പരിശ്രമിച്ചാൽ പോരാ, അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരിശീലിക്കുകയും വേണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. യെസ്, ചോദ്യം ചോദിക്കുന്നത് ആരോടായിരിക്കണം? യെസ്, സുഹൈല തന്നെ വിളിക്കാം. അപ്പൊ സുഹൈലിനോടാണ് ചോദ്യം. ഞാൻ പറഞ്ഞതാണ് എങ്കിൽ പറഞ്ഞേക്കണം സാർ, നേരത്തെ പറഞ്ഞതാണ്, അപ്പൊ പറയണ്ടെന്ന് പറഞ്ഞേക്കണം. ഞാൻ മറന്നുമായിരുന്നു. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവില് മൈസൂര് വെച്ച് പങ്കെടുക്കുകയാണ്. അപ്പൊ മൈസൂര് വെച്ച് ഈ എയർഫോഴ്സിന്റെ അക്കാദമിയിൽ പങ്കെടുക്കും. ഇപ്പോഴെന്ന് പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ്, when I was 26 years old. അപ്പൊ ആ സമയത്തൊക്കെ, അപ്പൊ അന്ന് അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാനിപ്പോ സുഹൈനോട് ചോദിക്കും. സുഹൈന, ചോദ്യം ഇതാണ്, സുഹൈനയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകും. ഓക്കെ, കേൾക്കുന്നില്ലേ? സുഹൈനയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ പറയുമ്പോൾ മാത്രം സുഹൈനയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോ പോകുമ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ കൂട്ടുകാരിയില്ല. നിങ്ങളുടെ കൂട്ടുകാരിയുടെ മുറിയിൽ ഇരിക്കുന്നു. അവിടെ വേറെ ആരും വരുമെന്നുള്ള പ്രതീക്ഷ അവിടെ ഇരിക്കുകയാണ്. യെസ്, അപ്പൊ പെട്ടെന്ന് ആ കൂട്ടുകാരിയുടെ സഹോദരൻ ആ മുറിയിലേക്ക് കയറി വരും. ആ സഹോദരൻ പരിപൂർണ്ണ നഗ്നനായിട്ടാണ്. What will be your first reaction? ഇത് എന്നോട് ചോദിച്ചപ്പോ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് കൂട്ടുകാരന്റെ സഹോദരി നേടുമെന്നാണ് ചോദിച്ചത്. ഞാനതൊന്ന് മാറ്റിയിട്ടെന്ന് പറഞ്ഞു. യെസ്, ഇത് ഉത്തരം പറയാനായിട്ട് സെക്കൻഡുകളെ കിട്ടുള്ളൂ കേട്ടോ. സുഹൈന പറയൂ, വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് റിയാക്ഷൻ? നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് വലിയ തസ്തികകളിലേക്കുള്ള ചോദ്യങ്ങളിൽ ഇത് വരും. യെസ്, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റണം. ആ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം പിന്നീട് സമയമെടുത്ത് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴും കറക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നുകയും വേണം. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ളിൽ എടുക്കുന്ന തീരുമാനമാണ് എടുക്കുന്നത്. പിന്നീട് നമ്മൾ സമയമെടുത്ത് ആലോചിക്കുമ്പോഴും we should feel that a decision was correct and genuine. യെസ്, അപ്പോ ലക്ഷ്യം പറയുന്നു താഴേക്ക് പോകും അല്ലേ? യെസ്, സുഹൈന, ഞാൻ വേണമെങ്കിൽ സുഹൈനക്ക് വേണമെങ്കിൽ 2-3 ചാൻസുകളുണ്ട്. ഓക്കെ, വേണമെങ്കിൽ സുഹൈനക്ക് പയ്യന്റെ മുഖം നോക്കി ഒരടി വെച്ച് കൊടുക്കുക. അതുമല്ല എങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഉപദേശിക്കുക. കൂട്ടുകാരിയുടെ സഹോദരനെ കൊണ്ട് ഉപദേശിക്കുക. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പുറത്തേക്ക് പോകാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ കിടക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഉപദേശവും കൊടുക്കാം. What do you will? You go to the room. അയ്യോ, ഞാൻ അതിനകത്തൊരു എക്സാമ്പിൾ കൂടി ഒരെണ്ണം വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. What do you will? You go to the room. You go to the room. അപ്പൊ നവിത, മിനി, യെസ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചോളൂ. യാതൊരു ആൻസർ പറയണ്ട. നിങ്ങളുടെ ഇത് ചോദിച്ച ചോദ്യം ഐ ഫേസ് ഇറ്റ്. ഞാൻ ഫേസ് ചെയ്തതാണ്. ഐ ഫേസ് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ കറക്റ്റ് ആയിട്ട് പറയണത് ഞാൻ ഫേസ് ചെയ്തത്. പക്ഷെ ഞാൻ ഇനി ഇത്രയും കറക്റ്റ് പറഞ്ഞു അതിന്റെ പേരിൽ, കാരണം എനിക്ക് ചോദ്യവും ഉത്തരവും നേരത്തെ അറിയാമായിരുന്നു. യെസ്, പറയൂ, ചിന്തിക്കൂ. വാട്ട് വിൽ? ഓക്കെ, അത് മിനി അങ്ങനെ പെട്ടെന്ന് പറയുന്നേ, ചോദിക്കുന്നേ. മിനിക്ക് ആലോചിക്കാൻ സമയം തന്നെയാണ്. മിനി ആണെങ്കിൽ എന്ത് ചെയ്യും? മിനി വളരെ പ്രായവും പക്വതയും കൊണ്ട ഒരാളല്ലേ. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും മിനി? യെസ്, ഞാൻ ഓടും. എവിടം വരെ ഓടും?
മിനി അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ മിനി പറയുന്നത് ഞാൻ ഓടുമെന്നാണ് മിനി പറയുന്നത്. യെസ്, ഓക്കെ. ഇനി ലൈജു എന്താ പറയുന്ന ആൻസർ? നിങ്ങൾ ഉത്തരം പറഞ്ഞു, നിങ്ങൾ ഉത്തരം എഴുതിക്കോ, കുഴപ്പമില്ല. നിങ്ങളുടെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ വിചാരിച്ചു. നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. യെസ്, ഓക്കെ. അമൃത കുറച്ചുകൂടി ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണല്ലോ. Tell me the answer. Yes. എല്ലാവർക്കും പ്രൈവസി ഉണ്ടല്ലോ. Yes. If I were me, I would give him a regardless of the age. Yes. Dress എടുത്ത് കൊടുക്കും. I will call the police. Simi. Okay. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ ക്ഷമിക്കും. 5 പറയണം അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. റൂമിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ. ടോക്ക് ടു ഹിം. വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ? ഓക്കെ 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 ഓക്കെ. ഓക്കെ ആതിര, യു ആർ റൈറ്റ്. അതിന്റെ ആൻസർ ഇതാണ്, കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക എന്നുള്ളത്. കാരണം ആതിര കറക്റ്റ് പറഞ്ഞിട്ടോ. അങ്ങനെ വരുന്നെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി ലെസ് ദാൻ 2 years old. അത് 2 വയസ്സിൽ താഴെ പ്രായമുണ്ടാവും. അതെന്റെ ലോജിക്കാണത്. പക്ഷെ അത് നമ്മൾ ചിന്തിച്ചില്ല. ഇതാണ് ഉയർന്ന തസ്തികയിലിരിക്കുന്ന ഒരാളും താഴ്ന്ന തസ്തികയിലിരിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കളക്ടറെയോ ഒരു IPS ഓഫീസറെ കാണുമ്പോൾ അയാൾ ആ പൊസിഷനിലേക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇന്റലിജൻസ് അതിന് കാരണമാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്കത് ആദ്യം ചിന്തിക്കാൻ പറ്റിയില്ല? ഇതാണ്. പക്ഷെ ഇവിടെ ചിന്തിച്ച ഒരാളുണ്ട്. അതിന് I congratulate you. Very good. Okay, okay. Your answer is right. That will be a baby. അങ്ങനെ വന്നിരുന്നെങ്കിൽ അത് ആരായിരിക്കും? ഒരു ചെറിയ കുട്ടിയായിരിക്കും എന്നാണ്. Okay. Very good, very good, very good. Your answer is right. Okay, okay. അതിന് കൺഗ്രാജുലേഷൻ. മിനിയൊക്കെ എത്ര വേണ്ടാത്ത വഴിക്കൊക്കെ ചിന്തിച്ചു പോയി. എഴുന്നേറ്റ് ഓടും, ചാടും, അടി കൊടുക്കും, അങ്ങനെയൊക്കെ പോയി. പക്ഷെ ലോജിക്ക് അതായിരുന്നു. ഓക്കെ ഓക്കെ. ഇനി ഇത് ഞാൻ ഫേസ് ചെയ്ത ഒരു ചോദ്യം. ഇനി അവിടെ തന്നെ ഞാൻ ഫേസ് ചെയ്ത വേറെ ചോദ്യം കൂടെ ഉണ്ട്. അതിനെനിക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതായിരുന്നു. അത് നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. യെസ്, ആരോടാണ് ചോദിക്കേണ്ടത്? ഫാത്തിമ ഷാജി. യെസ്, ഫാത്തിമ ഷാജി. ഓക്കെ. അപ്പോ ഫാത്തിമ ഷാജി, യു ആർ എ ഗ്രേറ്റ് ഓഫീസർ ഹാവിംഗ് എ വെരി ബിഗ് എമൗണ്ട് ഓഫ് സാലറി പെർ മന്ത്. നിങ്ങൾ ഗവൺമെന്റ് ഉയർന്ന ഉദ്യോഗസ്ഥയാണ് വിചാരിക്കുക. നിങ്ങൾ വളരെ ഉന്നതമായ വെറുതെ ഉദ്യോഗസ്ഥയല്ല, ഏറ്റവും ടോപ്പിലുള്ള ഉദ്യോഗസ്ഥയാണ് വിചാരിക്കുക. ചോദ്യം ചോദിക്കുന്നത് ഫാത്തിമയോടാണെങ്കിലും എല്ലാവരോടും കൂടിയാണ്. ഇത് എന്നോട് ചോദിച്ച ചോദ്യമുള്ളത്. ആൻഡ് യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് ദി റിവർ. നിങ്ങളൊരു നദിയുടെ സമീപത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആൻഡ് യു ആർ എലോൺ. നിങ്ങൾ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. നിയർ ബൈ നോബഡി, യു ആർ എലോൺ. മൊബൈല് കടമുടി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളതാണ്. 10-26 വർഷത്തിന് മുമ്പുള്ള ചോദ്യമല്ലേ ഞാൻ പറയുന്നത്. യെസ്, ഇത് മുമ്പാണ്. ആൻഡ് സഡൻലി യു സീ എ ബേബി സിങ്കിങ് ഇൻ ദ വാട്ടർ. നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഓക്കെ അതിന് നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കുട്ടി വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നത് നിങ്ങൾ കാണുകയാണ്. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. വാട്ട് ഡു യു ഡു? First of all, I call the fire force. Then I will definitely try to save her. ഓക്കെ, നമ്മൾ കണ്ടീഷൻസ് ആദ്യമേ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല, അടുത്ത ആരുമില്ല, നോ മൊബൈൽ. ഓക്കെ, നോ മൊബൈൽ. അന്ന് മൊബൈൽ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഇതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്ന് അവർ ചോദിച്ചത്. ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ അങ്ങനെ ഉത്തരം പറയാനായിട്ട് പോകുമ്പോഴേക്കും 4-5 പേര് ഇങ്ങനെ നേരെ നിൽപ്പുണ്ടാവും. അവര് പറയും ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ആർ ആൻ ഓഫീസർ, ഡോണ്ട് ഫോർഗെറ്റ്. അങ്ങനെ നമ്മൾ അവരിങ്ങനെ അപ്പൊ ഇങ്ങനെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം തന്നെ അവര് നമ്മൾക്കുള്ള മാർക്കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള, നമ്മുടെ മെന്റൽ ആയിട്ടുള്ള അതിനൊക്കെ അനുസരിച്ച് അവര് മാർക്ക് വിലോടിച്ചിട്ടുണ്ട്. നമ്മളത് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളോടൊരു ചോദ്യം ചോദിച്ചു
We will call the doctor. Doctor. എന്താണ് സുഖയിലെ ഡോക്ടർ എന്ന് പറയാൻ കാരണം അടുത്തത് അറിയില്ല. കാരണം നമ്മളിപ്പോ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ് 5 മണിക്കൂറിന് ഗുണം ചെയ്യും. അടുത്ത് വീടില്ല, മറ്റാരുമില്ല. നിങ്ങൾക്ക് ഇപ്പോ ഫാത്തിമ പറഞ്ഞ പോലെ ഫയർഫോഴ്സിനെ വിളിക്കാനൊക്കെ കുറച്ച് ദൂരം പോകണം. നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡുകൾക്കും മണിക്കൂറിന്റെ വാല്യൂ ആണ്. Yes. I will try maximum effort എന്നാണ് ഷൈനി പറയുന്നത്. എന്താണ് ചെയ്യാൻ? ഓക്കെ, ഞാൻ ഷൈനി പറഞ്ഞ അഭിപ്രായത്തോട് ചോദിച്ചു. ഞാൻ മാക്സിമം ട്രൈ. എന്ത് ട്രൈ ചെയ്യും? വാട്ട് യു വിൽ ഡു? ഈ മാക്സിമം ട്രൈ. ആ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? To take a rope or നമ്മുടെ അലോനെ പറഞ്ഞിട്ടുണ്ട് റോപ്പ് എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ വിൽ പുട്ട് ദ റോപ്പ്. അപ്പൊ സിമി പറയുന്നത്, സിമി ഒന്നും കൂടി കടന്നുപോയി. എനിക്ക് ഷാൾ ഉണ്ടാവും കഴിക്കുന്നത്, ഷാൾ ഇട്ട് കൊടുക്കും. യെസ്. ഓക്കെ 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 ഓക്കെ. ഏതെങ്കിലും മറുപടി ഞാൻ കേൾക്കുന്നുണ്ട്. അതിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ചോദ്യത്തിന്. യെസ്. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യമുണ്ട്. ഇത് അതിനകത്ത് എനിക്ക് അന്ന് എന്താ പറയാ, എനിക്ക് പറയാൻ പറ്റാത്ത ചോദ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പിന്നെ 1-2 പല ആൾക്കാരോട് ചോദിച്ചെങ്കിലും പിന്നീട് ചോദിച്ചെങ്കിലും ഒരു റിലയബിൾ ആയിട്ടുള്ള ആൻസർ, അതായത് ഇതാണ് അതിന്റെ ശരി എന്ന് പറയുന്ന രീതിയിലുള്ള ആൻസർ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടത്. നിങ്ങളുടെ ആൻസറിൽ ഇത് ശരിയുണ്ടോ എന്ന് അറിയട്ടെ. ഫാത്തിമ ചിന്തിച്ചോളൂ. അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചോളൂ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആലോചിച്ചോളൂ. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും, എവിടെ നിന്നെങ്കിലും കിട്ടും. ഇത് ഒരു ചോദ്യം. യെസ്. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയുള്ള സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലുണ്ടല്ല, നല്ല കണ്ട് കെട്ടി സിസ്റ്റമാറ്റിക് ആയിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും. നമ്മൾ അതേപോലെ പ്രിപ്പയർഡ് ആയിട്ട് പോകണം, വെൽ പ്രിപ്പയർഡ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ സുഖേന, ഇന്നിപ്പോ എനിക്ക് ഞാൻ 6 മിനിറ്റുള്ളൂ, ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ആദ്യം ചോദിച്ചോളാം. ഓക്കെ, ഡോണ്ട് വറി, ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കും. അല്ലെങ്കിൽ അത് പറഞ്ഞ് തീരുമില്ല, 20 ചോദ്യങ്ങൾ എത്തുന്നു. യെസ്. അതായത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ക്ലാസ് പങ്കെടുക്കുകയാണ്. അപ്പൊ ആ ക്ലാസിന്റെ ഹെഡിങ് ഇതാണ്, ഹൗ ടു ഫേസ് ഇന്റർവ്യൂ ബോർഡ്. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് അവര് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പാനലാണ് ക്ലാസ്. വലിയൊരു എല്ലാ കോളേജിൽ നിന്നും ഏറ്റവും മിടുക്കരായ 2 വിദ്യാർത്ഥികൾ വെച്ചാണ് എടുത്തത്. അപ്പൊ എന്റെ കോളേജിൽ ഞാൻ പ്രിൻസിപ്പാൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് എനിക്ക് ഞാൻ എഴുതപ്പെട്ടതാണ്, മിടുക്കനായതുകൊണ്ട് പെട്ടതല്ല. പക്ഷെ അതെനിക്ക് പൊടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. ഇപ്പൊ അതിനകത്തൊരു മെയിൻ പോയിന്റ് ഞാൻ പറയാം. ഇപ്പോ ഫാത്തിമ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. അവിടെ ചെന്നിരിക്കുന്നു. ഫാത്തിമയോട് സ്പോർട്സിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. ഫാത്തിമക്കാണെങ്കിൽ സ്പോർട്സിനോട് ഒരു താല്പര്യമില്ല. അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഫാത്തിമ ഐ ഡോണ്ട് നോ സാർ മറുപടി പറഞ്ഞു. രണ്ടാമതും സ്പോർട്സിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ചോദ്യത്തിനും ഐ ഡോണ്ട് നോ എന്ന് ഫാത്തിമ പറയുമ്പോൾ ഫാത്തിമയുടെ മെന്റൽ പവർ എന്ത് ചെയ്യും? ലെസ് പവർ. ഓക്കെ 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 ഓക്കെ. ഏപ്രിൽ വരെ ഉണ്ട് അല്ലെ മെന്റൽ പവർ. 2 ചോദ്യത്തിന് ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ ഓക്കെ. വേറെ ആരെങ്കിലും ഇവിടെ അവരുടെ സഹായം ചോദിക്കുമെന്നാണ് ലക്ഷ്യം പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമതും ഐ ഡോണ്ട് നോ പറയുമ്പോൾ മെന്റലി നമ്മൾ ടെസ്റ്റ് ആവും, നമ്മൾ കോൺഫിഡൻസ് ഉണ്ട്. കാരണം രണ്ടാമത്തെ ഐ ഡോണ്ട് നോ. അപ്പൊ എന്താ വേണ്ടത്? ഫാത്തിമ രണ്ടാമത്തെ ഐ ഡോണ്ട് നോ പറയുമ്പോൾ അതിന്റെ കൂടെ യു ആഡ് 1 more sentence. ഒരു സെന്റൻസ് കൂടെ ആഡ് ചെയ്യണം. സർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. മൈ ഇൻട്രസ്റ്റ് ഈസ്, നിങ്ങളുടെ ഫീൽഡ് പറയും, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പൊ ആ ഇന്റർവ്യൂ മെമ്പേഴ്സ് പറയും നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് ഉദ്യോഗാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് എങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തലത്തോടെ ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും നമുക്ക് അറിവുണ്ട്. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നത് അതിൽ നിന്നായിരിക്കും. മൈ ഇൻട്രസ്റ്റ്, നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഫീൽഡ് അങ്ങനെ പറയുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട്
ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മലയാളം പോയട്രി. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഒരു സ്ഥലത്ത് നിങ്ങൾ എക്സ്പെർട്ട് ആയില്ലെങ്കിലും ഏറെക്കുറെ എക്സ്പെർട്ടിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കണം. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഇന്റർവ്യൂ മെമ്പേഴ്സിനെ കൊണ്ടുവരാം. ആ സാറ് വിത്ത് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കേസ്, അന്ന് ആ സാറ് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ട്. ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. ഇന്റർവ്യൂ നടന്നപ്പോൾ ബാങ്കിന്റെ ചെയർമാൻ വന്നിട്ട് ഇവരോട് പറഞ്ഞു ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ്, കഴിയാവുന്ന സ്ത്രീകൾ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തോട് ചെയർമാൻ പറഞ്ഞത്, നമുക്കിത് ഇന്ത്യ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, ഇന്ത്യയിൽ കംപ്ലീറ്റ്. പെൺകുട്ടികളാകുമ്പോൾ അവര് പിന്നെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ പോകില്ല. അപ്പൊ അവര് ജോലി രാജിവെച്ച് അടുത്ത റിക്രൂട്ട്മെന്റ് വരെ ഈ ഒഴിവ് അവിടെ എടുക്കും. ആൺകുട്ടികളാകുമ്പോൾ കുഴപ്പമില്ല, ഇന്ത്യയിൽ മുഴുവൻ ഇട്ട് നമുക്ക് ഓടിക്കാം. 5 വർഷം പഞ്ചാബിൽ കഴിഞ്ഞാൽ 3 വർഷം വേറെ സംസ്ഥാനം അങ്ങനെ കറക്കാം. അപ്പൊ അതുകൊണ്ട് ട്രൈ ടു അവോയ്ഡ് ലേഡീസ്. അപ്പൊ ഈ ചെയർമാനും അതിനകത്ത് ഇരിപ്പുണ്ട്, ഇന്റർവ്യൂ കൂടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ ഈ ചെയർമാൻ തന്നെ പറയുന്നു സെലക്ട്. കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു ആ പെൺകുട്ടിയെ ഇന്റർവ്യൂ കാഴ്ചവെച്ചത്. അപ്പോ പെൺകുട്ടികൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് അതേ ചെയർമാൻ തന്നെ മാറ്റി പറഞ്ഞു സെലക്ട്. അവള് വേണം, ഈ സ്ഥാപനത്തിന് ആ കുട്ടി വേണം. അതായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുള്ളതല്ല, നിങ്ങളിൽ എടുക്കുക ഇൻവെസ്റ്റ്മെന്റ്. ചില കാര്യങ്ങൾക്ക് മിനിയെ പറ്റുള്ളൂ, മിനി ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളുടെ മിനി. ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് സുഹൈന തന്നെ പറ്റും, വേറെ ആരും ഈ പ്രദേശത്ത് പറ്റൂല, അല്ലാതെ അവൾക്കേ പറ്റൂ എന്ന് വേറൊരാൾ പറയുമ്പോൾ ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെസ്റ്റ്. അതാണ് നിങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആ പോകുന്ന ആളില്ലേ, അപാര കഴിവുള്ള ഒരാളാണ് എന്ന് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഓരോ അറിവുകളായിട്ട് കാര്യങ്ങൾ, അതെന്താ എക്സ്പെർട്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെ ആവുള്ളൂ, നമ്മൾ അതിന്റെ ഉള്ളിലേക്കുള്ള ആഴത്തിലോട്ട് ഇറങ്ങില്ല. ചില പ്രോഗ്രാം തന്നെ നടത്തുന്ന ചില ആളുകളുണ്ട്, എന്ത് രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അയാളെ തന്നെ വിളിക്കും, അത് ഇന്ന ആരുടെയും ബെസ്റ്റാണ്. നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അത് ഗുണകരമാവും. ഞാൻ എന്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതാണ് നിങ്ങളുടെ സൗന്ദര്യം, അതാണ് നിങ്ങളുടെ അലങ്കാരം. അത് നിങ്ങൾക്ക് പേര് കൊണ്ടുവന്നതിനും പ്രശസ്തി കൊണ്ടുവന്നതിനും പണം കൊണ്ടുവന്നതിനും. ഇത് നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇതെല്ലാം ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ പുറകിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യെസ്, ഞാൻ കൈവിട്ടു പോയിട്ടുണ്ടാവും. സുഹൈനയുടെ റിക്വസ്റ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും എവിടെയോ എന്തൊക്കെയോ നിങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. യു മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവേഴ്സ്. നിങ്ങൾ പ്രാപ്തരാവുക, കഴിവുള്ളവരാവുക. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കള് എൻ്റെ അമ്മ അടിപൊളിയാണ് എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ കയറി പോകും. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. തിങ്ക് പോസിറ്റീവ്ലി, ആക്ട് പോസിറ്റീവ്ലി, ദ റിസൾട്ട് വിൽ ബി യുവർ സക്സസ്. അതായിരിക്കും നിങ്ങളുടെ വിജയം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ടൈം. അപ്പൊ സുഹൈന, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചോദിക്കും. ഓക്കെ, വെരി ഗുഡ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം.